പ്രിയപ്പെട്ടവരെ നമസ്കാരം. നല്ല മഴക്കാലമാണ്, ഭയങ്കര പ്രളയ ഭീഷണിയുണ്ട്. അപ്പോൾ നമ്മൾ മുറ്റത്തല്ല, നമ്മൾ ഇറയത്താണ് നമ്മൾ പാചകം ചെയ്യുന്നത്. ഇന്നത്തെ പാചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓംലെറ്റിൽ കണ്ടമാനം റെസിപ്പികളുണ്ടാവും, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ് ഈ സ്പാനിഷ് ഓംലെറ്റ്. നമ്മുടെ എല്ലാം വിദേശ സാധനമാണ്, എന്നാലോ കിടിലൻ സാധനം. പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം. ഒന്നുമില്ല, ഒരു ഇത്തിരി കാശ് ചെലവ് ഇത്തിരി കൂടുതലുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ. പക്ഷേ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ആ കാശ് ചെലവ് അത്ര കൂടുതലല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു 300ഓളം ചിലവ് വരും. 300ഓളം ചിലവ് വരും ഒരു ഓംലെറ്റിന്. പക്ഷേ ഒരു ഓംലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയൊരു പിസ്സേരെ ഒരു സാധനം കിട്ടണ പോലെ തന്നെ 2 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാവുന്ന പോലത്തെ സാധനമാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വേണ്ടി വരും. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട സാധനങ്ങളാണ് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ ഇതിന് വേണ്ടത് നമ്മുടെ 6 കോഴിമുട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 6 കോഴിമുട്ട, പിന്നെ ക്യാപ്സിക്കം ഞാൻ 3 കളർ എടുത്തിട്ടുണ്ട്. ഇത് ഈ 2 കളറിന് ഇത്തിരി വില കൂടുതലാണ്. ഇത് മുഴുവനായിട്ട് എടുക്കില്ല, ഇതിൻ്റെ പകുതിക്ക് എടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഒരു 3 തക്കാളി, 2 സവാള, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ചീസ് നമ്മൾ ഇതിൽ നിന്ന് ചീന്തിരിക്കും, പിന്നെ ബട്ടർ, പിന്നെ നമ്മുടെ കൂണ്, ഇങ്ങനത്തെ കൂണില്ലേ ഇത്, പിന്നെ ഒലീവ് ഓയിൽ, പിന്നെ ഈ പാഴ്സലി ഇല എന്ന് പറഞ്ഞ സ്ഥലമല്ല ഇല, ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതൊക്കെ ഇത് ഞാൻ ഒരു 3-4 വട്ടം പോയിട്ട് കിട്ടിയിട്ടുള്ള സാധനം, അത് പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ല. അപ്പം ഇത്രയും സാധനങ്ങൾ, ഈ 10 സാധനങ്ങൾ 2, 4, 6, 8, 10, 3, 6, 4, 10, 11 സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ ഒന്ന് അരിയണം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. സരിതിക്ക് അരിയാനുള്ള ദൗത്യം തരണം. അതിനല്ലേ എന്നെ വിളിച്ചേ? ടേസ്റ്റ് ചെയ്യാൻ വന്നാണ് ആദ്യം പറഞ്ഞിട്ടായിരുന്നു, പിന്നെ വന്നിട്ട് പറഞ്ഞു അരിയാൻ വരാൻ. അരിയാനും വിളിക്കാം. നമുക്ക് ക്യാപ്സിക്കം കണ്ട ഇങ്ങനത്തെ ഇതിൻ്റെ പകുതി മതി. അപ്പോൾ നമുക്ക് ഇത് എത്ര മുട്ടയിലേക്ക് ഇത് മുഴുവൻ ചേട്ടൻ? 6 കോഴിമുട്ട. എന്താ ഈശ്വര എന്ന് പറയുന്നത്, നമുക്ക് ഒരു മീഡിയം ലെവലുള്ള പീസുകളാക്കിയാൽ മതി. മീഡിയം ലെവലെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇതെ ഇറക്കി പോകുന്ന കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഇതുണ്ട്, ഇങ്ങനത്തെ പീസുകളായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നു. അപ്പം നമ്മൾ ആദ്യം ഇതൊക്കെ അരിഞ്ഞ് ശരിയാക്കണം. ഇതേപോലത്തെ പീസുകളായിട്ടൊക്കെ കൂണ്, സവോള, തക്കാളി ഒക്കെ ഇതേപോലെ അരിഞ്ഞു കേട്ടോ. അപ്പം ഇത് അരിയിലുള്ളോട്ടെ ഇതിലത്തെ ഒരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. പിന്നെ തിന്നല് ബുദ്ധിമുട്ടുള്ള പണി എനിക്ക് തോന്നണോ? ഇനി നമ്മുടെ ഈ അരിന് കണ്ടുകളി അരിഞ്ഞ ഇതൊരു ഹെർബാണ്. ഇതിന് മണം കണ്ട എന്തൊട്ടിൻ്റെ ഒരു മണം പോലെ തോന്നുന്നില്ലേ? നമ്മുടെ നാട്ടിലത്തെ ഏതോ ഒരു ചെടിയുടെ മണം പോലെ ഇതിനൊരു സാമ്യമുണ്ട്. ഇതേ അതേത് ചെടിയാന്ന് കണ്ടുപിടിക്കും. ഒരു ചെടിയുടെ മണമുണ്ട്. ഇത് സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും പോവില്ലേ? എത്ര നാളെ അന്വേഷിച്ചാണ് ചേട്ടൻ. ഈ സാധനം ആവശ്യത്തിന് ഇട്ടാൽ മതി. ചിലപ്പോൾ ഇത്രയ്ക്ക് വാങ്ങിയിട്ട് ഇത്രയ്ക്ക് ഇട്ടാൽ മതി. നമുക്ക് കൂടുതലിടണമെങ്കിൽ കൂടുതലിടാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ. നമുക്ക് എന്തായാലും ഒരു പാക്കറ്റായിട്ട് കിട്ടി. അപ്പോൾ എന്തായാലും ഇതിന്റെ ബാക്കി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലേ? അപ്പോൾ കരിഞ്ഞ് ഇടാല്ലേ? ഒക്കെ അരിഞ്ഞിട്ടരുത്, കരിഞ്ഞൂലോ? അല്ല, ഒരു പാക്കറ്റ് മുഴുവണ്ടല്ലോ. ഇപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിനെ വാട്ടണം. നമ്മളൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട് തീ കത്തിച്ച് അടുപ്പത്ത് വയ്ക്കണം. ഇതെന്തോരം വേണം? ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ നമ്മളിതിപ്പോൾ ഒരു എത്ര ഗ്രാമാ? 100 ഗ്രാമാ? 100 ഗ്രാമാണ്. അതിൻ്റെ ഒരു 10-40 ഗ്രാം എടുത്താൽ മതി. ഇരിക്കുന്നു ചൂടായി തന്നെയുള്ള. ആഹാ, ഭയങ്കര രസമായിട്ടുള്ള ഒരു സംഗതി കേട്ടോ ഈ സാധനം. ഇതിൽ കിടന്നിട്ട് അലിഞ്ഞ് ഇങ്ങനെ മാറുന്നത് ഇതലിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സവാള ഇടുന്നു കേട്ടോ. 2 സവാള ഇങ്ങനെ കൊത്തി അരിഞ്ഞത് ഇടുന്നു. വലിപ്പം കുറയും പാടുമ്പോൾ.
കുത്തിയരിഞ്ഞെന്ന് പറയുന്നത് വേറെ ചേട്ടാ. സവോള കുറച്ച് വാടി ഒരു 5-6 മിനിറ്റ് നമ്മൾ ആക്കി. അപ്പോൾ പിന്നെ തക്കാളി അരിഞ്ഞിരിക്കില്ല. തക്കാളി എന്നിട്ട് ഒരു 2 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂണില്ലേ, കൂണരിഞ്ഞത്. ഇത് കൂണൊക്കെ എന്തോരം വേണമെങ്കിലും ചേർക്കട്ടെ, അപാരമായ ടേസ്റ്റുള്ള സാധനമാണ് കൂണ്. അപ്പോൾ നമുക്ക് അതിനൊന്നും നിയന്ത്രണങ്ങളില്ല. നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ 1-2 കൂണ് ഇട്ടെങ്കിൽ ഭാഗ്യം എന്ന് പറയാം. ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ല, ഇതിലടിയിൽ പിടിക്കില്ല കേട്ടോ, അതിനെക്കുറിച്ച് പേടിക്കണ്ട. പാൽക്കൂണുണ്ട്, മറ്റേ ആ സാധനത്തിനേക്കാളും നല്ലത് ഇങ്ങനത്തെ കൂണാണ്. കൂണിട്ട് അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ താരങ്ങൾ എന്താ ഒരു ഭംഗിയില്ലേ, ക്യാപ്സിക്കം എല്ലാം ഒരുമിച്ചിട്ടാ. എനിക്കിത് ഇടാൻ തോന്നുന്നില്ല, ഇടണ്ട, അത്രയും ഭംഗി കണ്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേക മാനം ഇതിന് കൈവന്നു. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇടുന്നു കേട്ടോ. ഇതിൽ കണ്ടമാനം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് അല്ലല്ല, ഇത് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണ് ഇതിന്. ഉപ്പ് കണ്ടമാനം ഉപ്പ് ചേർത്ത ഒറ്റ സാധനവും ടേസ്റ്റ് ഉണ്ടാവില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പൊ ആവശ്യത്തിന് വേണ്ട ഇല്ല. അല്ല, ആവശ്യത്തിനില്ല, ഇനി കുഴപ്പമില്ലാന്ന്. ധൈര്യമായിട്ട് ഇളക്ക്. 3-4 പ്രാവശ്യം കൂടി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ കഴിക്കേണ്ട നേരത്തെ ഞാൻ ചെല്ലാറുള്ളൂ. ജഗ്ഗും ചേട്ടനും കൂടിയിട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെയുള്ളത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഭയങ്കര എരിവ് വേണ്ടതിന് ഇനി ഇളക്കണം. ഇനി ഇത് ഭയങ്കരമായിട്ട് വാട്ടിയെടുക്കണ്ട, അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുക. മുരിയുണ്ടാന്ന് മുരിയാൻ പാടില്ല, അതിൽ ഭംഗി പോകാൻ പാടില്ല, അതിൻ്റെ വല്ലാണ്ട് പച്ചപ്പ് നഷ്ടപ്പെടാനും പാടില്ല. അതായത് നമ്മളിവിടെ വാട്ടി മറ്റേ ഈ ഇറച്ചിക്കൊക്കെ മറ്റേ മസാല കൂട്ടി ആക്കണ പോലെ ആക്കരുത്. 7 മുട്ടയിലേക്കാണ് ഇതൊന്നും ആലോചിക്കണം കേട്ടാ. 6 കോഴിമുട്ടയിലേക്ക് 6 സാധാരണ ഓംലെറ്റ് നമ്മൾ ചോറിലേക്കല്ലേ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു സാധനം കഴിക്കണ്ട നേരം അല്ലേ. ഞാൻ കോഴിമുട്ട എടുത്തോണ്ടിട്ടെ. ചേട്ടൻ എന്തെങ്കിലും കഴിക്കുമ്പോൾ പറയും, ഇനി ഇന്നത്തെ ദിവസത്തിൽ എനിക്കൊരു സാധനം വേണ്ട. നാളെ അമ്മയുണ്ട് ഇങ്ങനെ പറയണു, ഉണ്ണിയപ്പം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറയാ, അപ്പം ഇനി ഇന്നത്തെ ദിവസത്തിൽ എനിക്കൊരു സാധനം വേണ്ട. അപ്പൊ വെറുതെ അല്ല ചേട്ടത് എപ്പോഴും പറയണേന്ന് എനിക്ക് മനസ്സിലായി. അമ്മയുടെ കിട്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ എന്തിനു പിടിക്കുന്നേ, ഇത് നിന്നോട് പറയണല്ലേ. നമ്മളിത് ഭാഗമായിട്ടാ. അപ്പൊ നമുക്ക് ഈ സാധനത്തിന്റെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ ഇതാണ് ഇതിന്റെ മെയിൻ കൂട്ടിട്ടാ. അടുത്തത് നമുക്ക് നമ്മുടെ ഈ കോഴിമുട്ടയ്ക്ക് 6 കോഴിമുട്ട എടുത്തിട്ട് ഇതിൻ്റെ ഉണ്ണിയും വെള്ളയും വേർതിരിച്ച് മാറ്റണം. വെള്ളയും ഉണ്ണിയും വേർതിരിച്ചിട്ട് മാറ്റി വെച്ചു. ഇതിൽ വെള്ളയിൽ ഉണ്ണിയുടെ ചെറിയ കലർപ്പ് പെട്ടുണ്ട്, അത് നോക്കണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയത് പൊട്ടി. ഇനി ഈ സാധനത്തിന് നമ്മളിങ്ങനെ പതപ്പിക്കുക, വെള്ളനെ പതപ്പിക്കുക. മതി തരുതേ, ബീറ്റ് ചെയ്ത് മതി. അതായത് ഇതിൽ ഒരു ചെറിയൊരു കലർപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞ കളറില്ലേ, മുട്ടയുടെ മഞ്ഞില്ല, അത് വെറുതെ ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടോ. മഞ്ഞ കലർന്ന കാരണം അങ്ങനെയല്ല ചേട്ടൻ പറഞ്ഞു. മഞ്ഞ കലർന്നാലും കലർന്നില്ലെങ്കിലും ഈ ഇത് ഒഴിക്കണ്ട, ഇതിങ്ങനെ എടുക്കൂട്ടാ. ഇനി നമ്മള് പാത്രം കഴുകി വെറുതെ കഴുകി അടപ്പത്ത് വയ്ക്കണം. ഇതിന് കലക്കോ? ഇനി ഒന്നും ചെയ്യണ്ട, കലക്കാൻ പാടില്ല, അങ്ങനെ വെറുതെ കിടക്കാനേ പാടില്ല. അപ്പൊ ഇതില് ഇട്ടുണ്ടായത് ഉണ്ണി ചേട്ടൻ ഉടച്ചാ അത് വെറുതെ എനിക്ക് അത്രേ ഉള്ളൂ. ഈ പാത്രല്ലേ ഉണ്ടാകുന്ന പാത്രം, അയ്യോ ഈ പാത്രത്തിന് എപ്പോഴും ഞാൻ പേര് മറക്കാം. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ആക്കിയ ഏറ്റവും നല്ലത് കേട്ടാ. നല്ല സാധനത്തിന് ഇങ്ങനെ കൃത്യമായിട്ട് വരുള്ളൂ. നമ്മുടെ ഈ പാത്രം ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒലീവ് ഓയിലാണ് ഉണ്ടാക്കുക. ഒലീവ് ഓയില്, അതായത് ഓംലെറ്റ് ഇതിൽ അത്യാവശ്യം ഒന്ന് ഒഴുകി നടക്കാനായിട്ടുള്ള ഒലീവ് ഓയിൽ ഒഴിക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് വേണ്ട,
എന്നാലും വേണം. നമ്മുടെ ഈ ഒലീവ് ഓയിൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ട പതപ്പിച്ചില്ലേ അത് ഇരിക്കും ഒഴിക്കണം കേട്ടോ നമ്മൾ. പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് പരന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൂട്ടില്ലേ മുന്നാക്കി വെച്ച കൂട്ട് അത് ഇതിലാണ്ട് ഇടുന്നു. പിസ പോലെ വരുന്നില്ല സരിത. ഇനി തീ കുറയ്ക്കാട്ടോ നമുക്ക്. സിമ്മിലല്ല അതിനേക്കാളും കുറയ്ക്കാൻ പറ്റില്ല. ഇനി ഇതിനെ നല്ല ഷേപ്പിക്കേണ്ടതാക്കാം. ഫുള്ള് പരത്താം. അപ്പൊ അത്യാവശ്യം വൃത്തിയിലാണ് ഇരിക്കുന്നത് ചേട്ടൻ. അത് വൃത്തികേടാക്കണം. അല്ല ഇതിനെ ചുറ്റി നീണ്ടാക്കാം ചുറ്റും. പരത്തി ഭംഗിയാക്കിട്ടാ. ഇപ്പൊ നമ്മള് ഈ ഒലീവ് ഓയിലാണ് എത്തിയാണ്ട് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കാരണം നമുക്ക് ഈ അടിയിൽ സാധനം പിടിക്കില്ല, അടിവശം കരിയൂല്ല. അപ്പോൾ ഭംഗി നമ്മുടെ ഈ ചീസ് ഇതിങ്ങനെ നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. കണ്ട ഇങ്ങനെയാക്കി ഈ സാധനം ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. നമുക്കത് വാങ്ങിക്കാൻ കിട്ടിയില്ലേ, അതുകൊണ്ട് നമ്മൾ അതെന്താ കുഴപ്പം? അത് ഇത് വാങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്താലും പോരെ? അല്ല ഇതിപ്പോ അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. സുഖല്ലേ ചെയ്യാൻ? പെട്ടെന്നാവുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാക്കാൻ? ഇത് ഓരോരുത്തർ ആവശ്യം പോലെയാണ് കേട്ടോ. നമുക്ക് ഇത്ര മതി. ഇത് ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇനി നമ്മുടെ ഈ ഓംലെറ്റിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ വെതറാൻ പോവാണ് കേട്ടത്. എല്ലാ സ്ഥലത്തേക്കും ആക്കണ വിധത്തിലാണ്ട് ആക്കാം. നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ആക്കണ വിധത്തിലാണ്ട് ആക്കാം. നമ്മൾ അടി ഇതെന്തുണ്ടാവൂട്ടാണ്. നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാറായി. ശരീരത്തെ തീ ഓഫ് ചെയ്താ അടി കരിയൊന്നും പേടിക്കണ്ട. ഇത് മറച്ചിടുന്നില്ല ചേട്ടാ. പല സ്ഥലങ്ങളിൽ മറച്ചിടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ മറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗി പോകുന്നല്ല, മൊത്തത്തിൽ ആകെ ഒരു രസം ഉണ്ടാവില്ല. വേറെ പ്ലേറ്റ് എടുക്കണ്ടേ? ഇല്ല, ഈ പ്ലേറ്റിലേക്ക് തന്നെ ആക്കാം. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റിൻ്റെ മെയിൻ പണി കഴിഞ്ഞു. ഇതുകൊണ്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇറക്കാം. ശരി, കംപ്ലീറ്റ് മാറ്റിക്കും. നമ്മൾ ഇതിന് എടുക്കണം കേട്ടാ. ഈ സാധനം മറിച്ചിടാണെങ്കിൽ നമുക്കിത് ഇതിലേക്ക് വെക്കുന്നത് ഭയങ്കര സൂക്ഷിച്ച് വെക്കണം. എന്നാലാണ് ഇത് ഭംഗിയാവുള്ളൂ. എന്തുണ്ടാവോ? അടിപൊളി. ഇങ്ങോട്ട് നീങ്ങണില്ല കേട്ടാ. ഇതിനി അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങണില്ല. ഒരു പോയിന്റിന് അവിടെ കൂടി ഞാൻ നോക്കട്ടെ, പരിശ്രമിച്ച് നോക്കിയോക്കട്ടെ. നീങ്ങണില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് നീക്കാൻ പറ്റില്ല, കുഴപ്പമില്ല. ഈ അരിയില്ലേ പിന്നെ പാഴ്സലില്ല, അത് വെറുതെ ഒരു ഭംഗിക്ക് നമ്മൾ ചെറുത് കണ്ടമാനുണ്ട്. ഇത്രയ്ക്കൊന്നും വേണ്ട, നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ടാൽ മതിട്ടാ. അങ്ങനെ നമ്മുടെ വിഖ്യാതമായ സ്പാനിഷ് ഓംലെറ്റ് റെഡി. ഇത് 80-ാം വയസ്സിൽ അമ്മയ്ക്ക് തിന്നാൻ ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അമ്മ ജീവിതത്തിൽ തിന്നിട്ടില്ല, പലതും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോകണം. ടേസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര എന്താ പറയുക, ചൂടുണ്ട് ഇതിന്. അപ്പം ഞാനിത് ഇങ്ങനെ ഒരു ഇങ്ങനെ മുറിക്കുന്നുണ്ട്.
കത്തിയോണ്ട് മുറിച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ടീസ്പൂൺ കൊണ്ട് ഒരൊറ്റ എടുത്ത് അങ്ങനെ വിനീതിനും എല്ലാവർക്കും കഴിക്കുന്നത് നമുക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് പീസുകളാക്കിയിട്ട് നമുക്ക് കിണ്ണത്തിലേക്ക് വെക്കാം. വേണ്ട ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കണ്ടുകൊണ്ട് ഈ ചീസ് മറ്റേ ഇങ്ങനെ വലിയ കാണാം പരസ്യങ്ങളിൽ. ഇതിങ്ങനെ എടുത്ത് ഇവിടെ അങ്ങോട്ട് പശ പോലെ ഇങ്ങോട്ട് വലിയും. പശ ഇട്ടിട്ട് വീഡിയോ പിടിക്കുന്നത് അല്ലാണ്ട് ഒറിജിനലായിട്ട് ഇങ്ങോട്ട് വാടാ മോനെ. അപ്പൊ നമ്മള് ഒരു പീസ് എടുത്തു. അമ്മക്ക് അപ്പൊ സ്പാനിഷ് ഓംലെറ്റ് രണ്ടാമതും അമ്മേരെ വായിൽ വെച്ച് കൊടുക്കുന്നു. അമ്മക്ക് അയ്യോ ചെറിയ പീസ് ചെറിയ പീസ് കൊടുക്കതല്ലേ. ഞാൻ ആ പീസ് എടുക്കണ കണ്ടപ്പോ വിചാരിച്ചു മറ്റേ കഴിക്കട്ടാ എന്നിട്ട് പറയും. മുണ്ടും കൂടി നാശാക്കില്ലമ്മേ. നശിപ്പിച്ചു. ഒരു കഷ്ണം കൂടി തന്നോളാം. അപ്പൊ അമ്മക്ക് ഇഷ്ടായി. അപ്പൊ അമ്മ പറയുന്നത് ഒരു കഷ്ണം കൂടി അമ്മയ്ക്ക് കൊടുക്കാൻ പറയുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി നടത്താം. മാറ്റാം മാറ്റാം. അതന്നെ തിരുമ്പാലോ ഇനി അമ്മ കൈ കൊണ്ട് വരുന്നു. ആ ടീസ്പൂൺ വേണോ? അമ്മ കൈ കൊണ്ട് വരുന്നോ? പിന്നെ കൈ കൊണ്ട് വരുന്നോ? അപ്പൊ ഞങ്ങളൊക്കെ തിന്നണ്ട. സരിത് നമ്മളെ അന്തം വിട്ട് നോക്കാം. ജഗു മുന്നുണ്ടാക്കിയ പോലെ മുന്നുണ്ടാക്കിയിട്ടുള്ളതാണോ ഇതാണോ രസം? ഇതാ രസം? എങ്ങനെ സോസ് സോസ് ഇതത്രക്ക് ഇഷ്ടല്ലേ? എന്റെ വായിക്ക് എന്റെ കുഴപ്പവും ഉണ്ടമ്മേ. ദേ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും കഴിച്ചു. അമ്മ കഴിച്ചോ? ആവശ്യത്തിന് കൊടുത്തോ? അമ്മക്ക് കൊടുത്തോ? അമ്മക്ക് ഇഷ്ടായി. വയസ്സായവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന തെളിവാണ് അമ്മ കഴിക്കുന്നത്. അപ്പൊ വീട്ടിൽ വയസ്സായാലും നീ ഉണ്ടാക്കി കൊടുത്തതേ കേട്ടാ. നീ അവിടെ കേൾക്കുന്ന ഇനി ഇത് കഴിച്ചോ? ജഗു പറയതില്ലേ ബോൺലെസ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലേ നല്ല രസം ഉണ്ടാവും. എന്തായാലും ഇതിന് രസം ഉണ്ടാവില്ലേ? അപ്പൊ സാധനം അടിപൊളിയാണ്. നമുക്ക് ജഗുവിന് ഇഷ്ടമായി, എനിക്കിഷ്ടമായി, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ സരിതിക്ക് അത്രയ്ക്കായിട്ട് ഇഷ്ടമല്ലേ? അതെന്തോന്ന് അറിയില്ലേ? നമുക്ക് പല രുചികള് പലതരത്തിലാണ്. അപ്പൊ നമ്മൾ നിർത്താണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.